ഏവർക്കും ദേവു സ്റ്റഡി വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ജനറ്റിക്സുമായി ബന്ധപ്പെട്ട കുറച്ച് ടോപ്പിക്സ് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയും വേണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എന്താണ് ജനറ്റിക്സ്? ജനറ്റിക്സ് ഈസ് ദ സയൻസ് ഓഫ് ഹെറിഡിറ്റിയെക്കുറിച്ചുള്ള ഒരു ശാസ്ത്രമാണ് ജനറ്റിക്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ക്യാരക്ടേഴ്സ് ആൻഡ് ദെയർ ട്രാൻസ്മിഷൻ ഫ്രം പാരൻസ് ടു യങ് വൺസ്. പാരൻസിൽ നിന്ന് കുട്ടികളിലേക്ക് സ്വഭാവങ്ങളുടെ പ്രേക്ഷണത്തെയാണ് എന്തു പറയുന്നത്? ജനറ്റിക്സ് എന്ന് പറയുന്നത്. ഫാദർ ഓഫ് ജനറ്റിക്സ് ഗ്രിഗർ ജൊഹാൻ മെൻഡൽ. ഫാദർ ഓഫ് ജനറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഗ്രിഗർ ജൊഹാൻ മെൻഡൽ. ദ വേർഡ് ജനറ്റിക്സ് എന്ന് പറയുന്ന വേർഡ് കൊണ്ടുവന്നത് ബേറ്റ്സൺ ആണ്. ജനറ്റിക്സ് എന്ന് പറയുന്ന വേർഡ് കൊണ്ടുവന്നത് ബേറ്റ്സൺ. ഫാദർ ഓഫ് ജനറ്റിക്സ് മെൻഡൽ ആണ്. ജനറ്റിക്സ് എന്ന് പറയുന്ന ആ വാക്ക് കൊണ്ടുവന്നത് ബേറ്റ്സൺ ആണ്. അപ്പോൾ ജനറ്റിക്സ് എന്ന് പറഞ്ഞാൽ സയൻസ് ഓഫ് ഹെറിഡിറ്റിയാണ്. ഹെറിഡിറ്റിയെക്കുറിച്ചുള്ള പഠനമാണ്. ഇതിൽ കൈകാര്യം ചെയ്യുന്നത് എന്തുവാണ്? അപ്പോൾ നമ്മുടെ പാരൻസിൽ നിന്ന് കുട്ടികളിലേക്ക് സ്വഭാവങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്നതാണ് ഇത് ജനറ്റിക്സ് എന്ന ഒരു ടോപ്പിക്ക് കൈകാര്യം ചെയ്യുന്നത്. ജനറ്റിക്സിൻ്റെ പിതാവ് മെൻഡലും ജനറ്റിക്സ് എന്ന വാക്ക് കൊണ്ടുവന്നത് ബേറ്റ്സണുമാണ്. അപ്പോൾ ഈ ജനറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് തിയറികൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. അതിൽ വേപ്പർ തിയറി, ഫ്ലൂയിഡ് തിയറി, പെർഫോർമേഷൻ തിയറി, ദ തിയറി ഓഫ് എപ്പിജനസിസ്, പാർട്ടിക്കുലേറ്റ് തിയറി, പാൻജനിക് തിയറി, ഇത്രയും തിയറികൾ ഈ ജനറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇതിൽ വന്നിട്ടുള്ളതിൽ വെച്ച് ഒരു ജേംപ്ലാസം തിയറി, ഇതാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറി എന്ന് പറഞ്ഞാൽ ജേംപ്ലാസം തിയറിയാണ്. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട തിയറിയാണ് ജേംപ്ലാസം തിയറി. ഈ ജേംപ്ലാസം തിയറി കൊണ്ടുവന്നത് ഓഗസ്റ്റ് വെയ്സ്മാൻ. ജേംപ്ലാസം തിയറി കൊണ്ടുവന്നത് ഓഗസ്റ്റ് വെയ്സ്മാൻ ആണ്. ജേംപ്ലാസം തിയറി കൊണ്ടുവന്നത് ഓഗസ്റ്റ് വെയ്സ്മാൻ. ഈ തിയറിയിൽ അദ്ദേഹം പറയുന്നത്, അക്കോർഡിംഗ് ടു വെയ്സ്മാൻ, ദ ബോഡി ഓഫ് ആൻ ഓർഗാനിസം ഈസ് ഫോംഡ് ഓഫ് ടു ടൈപ്സ് ഓഫ് സെൽസ്, നെയിംലി സൊമാറ്റിക് സെൽസ് ആൻഡ് ജേം സെൽസ്. അപ്പോൾ വെയ്സ്മാൻ്റെ അഭിപ്രായത്തിൽ മനുഷ്യ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് സൊമാറ്റിക് സെൽസും ജേം സെൽസും കൊണ്ടാണ്. സൊമാറ്റിക് സെൽസും ജേം സെൽസും കൊണ്ടാണ് മനുഷ്യ ശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതെന്നും ദ സൊമാറ്റിക് സെൽസ് ഡിസപ്പിയർ വിത്ത് ദ ഡെത്ത് ഓഫ് ആനിമൽ. സൊമാറ്റിക് സെൽ എന്ന് പറഞ്ഞാൽ ഒരു ജീവി അത് മരിക്കുമ്പോഴത്തേക്കും സൊമാറ്റിക് സെൽസ് ഡിസപ്പിയർ ചെയ്യുന്നു. സോ എനി ചേഞ്ച് അഫക്റ്റിംഗ് ദീസ് സെൽസ് ഈസ് നോട്ട് ഹെറിറ്റബിൾ. ഈ സൊമാറ്റിക് സെൽസിലുണ്ടാകുന്ന മാറ്റങ്ങളൊന്നും തന്നെ എന്ത് ചെയ്യുന്നില്ല? ഹെറിറ്റബിൾ അല്ല, അത് കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല. എങ്കിൽ ഈ ജേം സെൽസിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ മാത്രമാണ് ഹെറിറ്റബിൾ ആയിട്ടുള്ളത്. അത് മറ്റു തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്നാണ് അദ്ദേഹം ഈ ജേംപ്ലാസം തിയറിയിലൂടെ പറയുന്നത്. ജേംപ്ലാസം തിയറി എന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് വെയ്സ്മാൻ ആണ് അത് മുന്നോട്ട് കൊണ്ടുവന്നത്. അദ്ദേഹം പറഞ്ഞത് മനുഷ്യ ശരീരം സൊമാറ്റിക് സെൽസ് കൊണ്ടും ജേം സെൽസ് കൊണ്ടും നിർമ്മിതമാണെന്ന് പറഞ്ഞിരിക്കുന്നു. സൊമാറ്റിക് സെൽസ് എന്ന് പറഞ്ഞാൽ ഇത് ഒരു ആനിമൽ മരിക്കുമ്പോഴത്തേക്കും ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് നശിച്ചു പോവുകയും, എന്നാൽ ജേം സെൽസ് എന്ന് പറഞ്ഞാൽ അതിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ മറ്റു തലമുറയിലേക്ക് പ്രേഷണം ചെയ്യുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അടുത്തത് നമുക്കറിയാം ഫാദർ ഓഫ് ജനറ്റിക്സ് എന്ന് പറഞ്ഞാൽ മെൻഡലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തിയറിയെ നമ്മൾ മെൻഡലിസം എന്ന് വിളിക്കുന്നു. അദ്ദേഹം എക്സ്പെരിമെൻറ്റിനായിട്ട് എടുത്തത് പീ പ്ലാന്റ്സ് ആണ്. പയറുചെടിയിലാണ് അദ്ദേഹം എക്സ്പെരിമെൻറ്റ് നടത്തിയത്. മാത്രമല്ല അദ്ദേഹം പയറുചെടിയിലുണ്ടായ ക്യാരക്ടേഴ്സിനെ പഠിച്ചു. പക്ഷേ അതിൽ ഈ പ്രധാനപ്പെട്ട 7 ക്യാരക്ടേഴ്സാണ് അദ്ദേഹം സെലക്ട് ചെയ്തത്. അദ്ദേഹം സെലക്ട് ചെയ്തത്. ഇനി അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലോസ്, നിയമങ്ങൾ ഏതൊക്കെയാണെന്നും തിയറി അദ്ദേഹം ചെയ്ത എക്സ്പെരിമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ലോ ഓഫ് സെഗ്രിഗേഷൻ, മെൻഡലിൻ്റെ ലോ ഓഫ് സെഗ്രിഗേഷൻ എന്ന് പറഞ്ഞാൽ ഈച്ച് ഓർഗാനിസം ഈസ് ഫോംഡ് ഓഫ് എ ബണ്ടിൽ ഓഫ് ക്യാരക്ടേഴ്സ്. Each organism is formed of a bundle of characters. Each characters controlled by a pair of factors
During gamete formation, the two factors of a character separate and enter different gametes. ഓരോ ഓർഗാനിസംസും എന്താണ് ഫോം ചെയ്തിരിക്കുന്നത് ഒരുപാട് ക്യാരക്ടേഴ്സ് ചേർന്നാണ് ഓരോ ഓർഗാനിസംസും ഫോം ചെയ്തിരിക്കുന്നത്. ഈച്ച് ക്യാരക്ടേഴ്സ് ഓരോ സ്വഭാവവും കൺട്രോൾ ചെയ്യുന്നത് എ പെയർ ഓഫ് ഫാക്ടേഴ്സ് ആണ്. ഒരു പെയർ ഫാക്ടേഴ്സ് ആണ് ആ ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്നത്. പക്ഷേ ഡ്യൂറിങ് ഗാമേറ്റ് ഫോർമേഷൻ്റെ സമയത്ത് ഈ ക്യാരക്ടേഴ്സിലെ ഫാക്ടേഴ്സ് സെപ്പറേറ്റ് ചെയ്യുകയും അത് ഡിഫറെൻറ്റ് ഗാമേറ്റ്സിലോട്ട് എൻ്റർ ചെയ്യുകയും ചെയ്യുന്നു എന്നാണ് ലോ ഓഫ് സെഗ്രിഗേഷനിൽ മെൻഡൽ പറയുന്നത്. ഈ ലോ ഓഫ് സെഗ്രിഗേഷനെ ലോ ഓഫ് പ്യൂരിറ്റി ഓഫ് ഗാമേറ്റ്സ് എന്നും വിളിക്കുന്നു. ലോ ഓഫ് പ്യൂരിറ്റി ഓഫ് ഗാമേറ്റ്സ് എന്നും പറയാറുണ്ട്. അപ്പോൾ ഇതാണ് ലോ ഓഫ് സെഗ്രിഗേഷൻ എന്ന് പറഞ്ഞാൽ ഈച്ച് ഓർഗാനിസം ഈസ് ഫോംഡ് ഓഫ് എ ബണ്ടിൽ ഓഫ് ക്യാരക്ടേഴ്സ്, ഈച്ച് ക്യാരക്ടേഴ്സ് കൺട്രോൾഡ് ബൈ എ പെയർ ഓഫ് ഫാക്ടേഴ്സ്. During gamete formation, the two factors of a character separate and enter different gametes. അപ്പോൾ മെൻ്റൽ എക്സ്പെരിമെൻറ്റിനായിട്ട് 7 ക്യാരക്ടേഴ്സ് എടുത്തെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ഹൈറ്റ്, ഫ്ലവർ പൊസിഷൻ, പോഡ് കളർ, പോഡ് ഷേപ്പ്, സീഡ് കളർ, കോട്ടിലിഡൻസ് കളർ, ഇതൊക്കെയാണ് അദ്ദേഹം എടുത്ത ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിൽ ഒരു ക്യാരക്ടർ, ഹൈറ്റ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, ക്രോസിംഗ് ഓഫ് 2 പ്ലാന്റ്സ് ഡിഫറിങ് ഇൻ 1 ക്യാരക്ടർ, ഒരു ക്യാരക്ടറിലെ വ്യത്യാസമുള്ള 2 പ്ലാന്റ്സിനെ തമ്മിൽ എടുത്തതാണ് മോണോ ഹൈബ്രിഡ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഇവിടെ മോണോ ഹൈബ്രിഡ് എക്സ്പെരിമെൻറ്റിനായിട്ട് അദ്ദേഹം ഹൈറ്റ്, പൊക്കത്തെയാണ് എടുത്തത്. ടോളും ഡ്വാർഫും തമ്മിൽ ക്രോസ് ചെയ്തപ്പോഴത്തേക്കും F1 ജനറേഷനിൽ ടോൾ പ്ലാന്റ്സ് ആണ് കിട്ടിയത്. എങ്കിൽ F1 ജനറേഷൻ തന്നെ വീണ്ടും ക്രോസ് ചെയ്തപ്പോൾ ടോൾ പ്ലാന്റ്സ് F2 സെക്കൻഡ് ജനറേഷനിൽ കിട്ടിയത് 75% ടോൾ പ്ലാന്റ്സും 25% ഡ്വാർഫ് പ്ലാന്റ്സുമാണ് കിട്ടിയത്. അടുത്തത് വാട്ട് ഈസ് അല്ലീൽസ്. അല്ലീൽസ് എന്ന് പറഞ്ഞാൽ എ പെയർ ഓഫ് ജീൻസ് കൺട്രോളിംഗ് ദ സെയിം ക്യാരക്ടർ ആൻഡ് ലൊക്കേറ്റഡ് അറ്റ് ദ സെയിം ലോക്കസ് ഇൻ ദ ഹോമോലോഗസ് ക്രോമസോം ആർ നോൺ ആസ് അല്ലീൽസ്. അല്ലീൽസ് എന്ന് പറഞ്ഞാൽ ഒരു ഹോമോലോഗസ് ക്രോമസോമിലെ ഒരേ പൊസിഷനിൽ തന്നെ, ഒരേ ലോക്കസിൽ തന്നെ സെയിം ക്യാരക്ടേഴ്സ് കൺട്രോൾ ചെയ്യുന്ന ജീൻസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ അതിനെയാണ് അല്ലീൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ക്രോമസോമാണ്. അപ്പോൾ ക്രോമസോമിൽ ഇത് സെൻട്രോമിയർ, ഒരു ഹോമോലോഗസ് ക്രോമസോമാണ്. അപ്പോൾ ഇതിൻ്റെ പൊക്കം, ടോൾ എന്ന് പറയുന്ന പൊക്കം എന്ന് പറയുന്ന ഇത് രണ്ടിൻ്റെയും ഒരേ പൊസിഷനിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്രോമസോമിനെ വിളിക്കുന്ന പേരാണ് അല്ലീൽസ് എന്ന് പറയും. ഇത്തരത്തിലുള്ള ക്രോമസോമിനെ വിളിക്കുന്ന പേരാണ് അല്ലീൽസ്. ഇനി അടുത്തത് ഹോമോസൈഗോട്ട് എന്താണ്, ഹെട്രോസൈഗോട്ട് എന്താണെന്ന് നോക്കാം. ഹോമോസൈഗോട്ട് എന്ന് പറഞ്ഞാൽ ഇതൊരു ക്രോമസോമാണ്. ക്രോമസോമിൽ ഹോമോസൈഗോട്ട് വെച്ചാൽ ഒരേ അല്ലീൽസ്, അതായത് ക്യാപിറ്റൽ ടി ആണ് ഇവിടെ ക്യാപിറ്റൽ ടി. അപ്പോൾ അത്തരത്തിലുള്ള ക്രോമസോമിനെയാണ് നമ്മൾ ഹോമോസൈഗോട്ട് എന്ന് പറയുന്നത്. എങ്കിൽ ഇവിടെയാണെങ്കിൽ ഒരു ക്യാപിറ്റൽ ടി ആണെങ്കിൽ മറ്റൊന്ന് സ്മോൾ ടി ആണ്. അപ്പോൾ ഇത്തരത്തിൽ ഡിഫറൻ്റ് ആയിട്ടുള്ളതിനെ നമ്മൾ എന്ത് പറയും, ഹെട്രോസൈഗോട്ട് എന്ന് പറയും. ഹോമോസൈഗോട്ട് ഈസ് ആൻ ഇൻഡിവിജ്വൽ ക്യാരിയിങ് ഐഡൻറ്റിക്കൽ ജീൻസ് ഫോർ എ പർട്ടിക്കുലർ ക്യാരക്ടർ. ഒരു പർട്ടിക്കുലർ ക്യാരക്ടറിൻ്റെ ഐഡൻറ്റിക്കൽ ജീൻസ് ആണ് ഉള്ളതെങ്കിൽ, അതായത് ഇവിടെ ക്യാപിറ്റൽ ടി ആണെങ്കിൽ ഇവിടെ ക്യാപിറ്റൽ ടി, ഐഡൻറ്റിക്കൽ ജീൻസ് ആണ് ഉള്ളതെങ്കിൽ അതിനെ ഹോമോസൈഗോട്ട് എന്ന് പറയുന്നു. എങ്കിൽ ഒരു ഓർഗാനിസം ക്യാരിയിങ് നോൺ ഐഡൻറ്റിക്കൽ ജീൻസ്, ഇവിടെ ഐഡൻറ്റിക്കൽ അല്ല, ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയുമാണ്, നോൺ ഐഡൻറ്റിക്കൽ ജീൻസ് ആണെങ്കിൽ അതിനെ ഹെട്രോസൈഗോട്ട് എന്ന് പറയുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഓർഗാനിസത്തിനെ നമ്മൾ ഹെട്രോസൈഗസ് ഓർഗാനിസം എന്നും ഇങ്ങനെയാണെങ്കിൽ ഹോമോസൈഗസ് ഓർഗാനിസം എന്നും പറയുന്നു. നമുക്ക് ഹൈബ്രിഡ് ഈസ് ആൻ ഓർഗാനിസം റിസൾട്ടിങ് ഫ്രം എ ക്രോസ് ബിറ്റ്വീൻ 2 ഡിഫറെൻറ്റ് പാരൻസ്. 2 ഡിഫറെൻറ്റ് പാരൻസിനെ തമ്മിൽ ക്രോസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഓർഗാനിസത്തിനെയാണ് നമ്മൾ ഹൈബ്രിഡ് എന്ന് പറയുന്നത്. മോണോഹൈബ്രിഡ് ക്രോസിൽ തന്നെ ബാക്ക് ക്രോസും ഉണ്ട്, ടെസ്റ്റ് ക്രോസും ഉണ്ട്. ബാക്ക് ക്രോസ് എന്ന് പറഞ്ഞാൽ കിട്ടുന്ന ഹൈബ്രിഡിനെ തിരിച്ച് പാരൻറ്റുമായിട്ട്, ഏതെങ്കിലും ഒരു പാരൻറ്റുമായിട്ട് ക്രോസ് ചെയ്യുന്നതിന്. അപ്പോൾ ബാക്ക് ക്രോസ് ഈസ് എ ക്രോസ്
ഓഫ് F1 ഹൈബ്രിഡ് വിത്ത് എനി വൺ ഓഫ് ഇറ്റ്സ് പാരൻറ്റ്. തിരിച്ച് ഏതെങ്കിലും ഒരു പാരൻറ്റുമായിട്ട് തിരിച്ച് ക്രോസ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? ബാക്ക് ക്രോസ് എന്ന് പറയും. എന്നാൽ ടെസ്റ്റ് ക്രോസ് എന്ന് പറഞ്ഞാൽ തിരിച്ച് റിസസീവ് ആയിട്ടുള്ള പാരൻറ്റുമായിട്ട് മാത്രമേ ക്രോസ് ചെയ്യുള്ളൂ. ടെസ്റ്റ് ക്രോസ് ഈസ് എ ബാക്ക് ക്രോസ് വെയർ F1 പ്ലാന്റ്സ് ഈസ് ക്രോസ്ഡ് വിത്ത് ദ റിസസീവ് പാരൻറ്റ്. അതിൽ റിസസീവ് ആയിട്ടുള്ള പാരൻറ്റുമായിട്ട് മാത്രമേ ടെസ്റ്റ് ക്രോസിൽ ക്രോസ് ചെയ്യത്തുള്ളൂ. ഇനി നമുക്ക് അടുത്തത് എന്താണ്? ഡൈ ഹൈബ്രിഡ്. ഇപ്പോൾ നമ്മൾ മോണോ ഹൈബ്രിഡ് പറഞ്ഞു, ഇനി അടുത്തത് ഡൈ ഹൈബ്രിഡ് ക്രോസിങ് എക്സ്പെരിമെൻറ്റ് നമുക്ക് നോക്കാം. ഡൈ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറഞ്ഞാൽ മോണോ ഹൈബ്രിഡിൽ നമ്മൾ ഒരു ക്യാരക്ടർ മാത്രമാണ് എടുത്തത്. എന്നാൽ ഡൈ ഹൈബ്രിഡിൽ നമ്മൾ 2 ക്യാരക്ടേഴ്സ്, ദ ക്രോസിങ് ഓഫ് 2 പ്ലാന്റ്സ് ഡിഫറിങ് ഇൻ 2 ക്യാരക്ടർ ഈസ് കോൾഡ് ഡൈ ഹൈബ്രിഡ് എക്സ്പെരിമെൻറ്റ്. അപ്പോൾ ഡൈ ഹൈബ്രിഡ് എക്സ്പെരിമെൻറ്റിൽ 2 ക്യാരക്ടറിൽ വ്യത്യാസമുള്ള പാരൻസിനെ തമ്മിൽ എടുക്കുന്നു. 2 ക്യാരക്ടറാണ് അവിടെ എടുക്കുന്നത്. പൊക്കവും ചിലപ്പോൾ ഫ്ലവറിൻ്റെ കളറും എടുക്കുക. അങ്ങനെ 2 ക്യാരക്ടേഴ്സ് തമ്മിൽ വ്യത്യാസമുള്ളതിനെ തമ്മിൽ ക്രോസ് ചെയ്യുന്നതാണ് ഡൈ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഡൈ ഹൈബ്രിഡ് ക്രോസ് ആണ് 2 ക്യാരക്ടർ എടുത്തു. യെല്ലോ റൗണ്ടും ഗ്രീൻ റിങ്കിൾഡ്. യെല്ലോ റൗണ്ട്, ഗ്രീൻ റിങ്കിൾഡ് എന്ന് പറയുന്ന 2 ക്യാരക്ടർ. അപ്പോൾ യെല്ലോയും റൗണ്ട്, ഇപ്പോൾ 2 ക്യാരക്ടറാണ് എടുത്തത്. അപ്പോൾ അതിനെ ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? യെല്ലോ റൗണ്ട് ആയിട്ടുള്ള ഒരു ഹൈബ്രിഡ് നമുക്ക് കിട്ടി. അപ്പോൾ ഇങ്ങനെ ഇത് ജീനോടൈപ്പാണ്. ജീനോടൈപ്പ് റിലേഷൻ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ഫീനോടൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെഴുതും? യെല്ലോ റൗണ്ട്. ഫീനോടൈപ്പ് എന്ന് പറയുമ്പോൾ യെല്ലോ റൗണ്ട് എന്നേ പറയുള്ളൂ. പക്ഷേ ജീനോടൈപ്പ് എന്തായിരിക്കും? ക്യാപിറ്റൽ വൈ സ്മോൾ വൈ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. അടുത്തത് ജീനിക് ഇൻട്രാക്ഷൻ എന്ന ഒരു പോർഷനാണ്. അതിൽ കോംപ്ലിമെൻ്ററി ജീൻസിന് എക്സാമ്പിളാണ് ഫ്ലവർ കളർ ഇൻ സ്വീറ്റ് പീ. സ്വീറ്റ് പീയിൽ ഫ്ലവർ കളറ് കോംപ്ലിമെൻ്ററി ജീൻസിന് എക്സാമ്പിളാണ്. അപ്പോൾ ജീനിക് ഇൻട്രാക്ഷനിൽ കോംപ്ലിമെൻ്ററി ജീൻസിന് എക്സാമ്പിളാണ് ഫ്ലവർ കളർ ഇൻ സ്വീറ്റ് പീ. അടുത്തത് സപ്ലിമെൻ്ററി ജീൻസിന് എക്സാമ്പിളാണ്. ഒന്നാമത്തത് ഇൻഹെറിറ്റൻസ് ഓഫ് കോംബ് കളർ ഇൻ ഫൗൾ. ഫൗൾസിലെ കോംബ് കളറ് സപ്ലിമെൻ്ററി ജീൻസിന് എക്സാമ്പിളാണ്. കോട്ട് കളർ ഇൻ മൈസ്. മൈസിൻ്റെ കോട്ടിൻ്റെ കളറ് സപ്ലിമെൻ്ററി ജീൻസിന് എക്സാമ്പിൾ. സപ്ലിമെൻ്ററി ജീൻസിന് എക്സാമ്പിളാണ് ഇൻഹെറിറ്റൻസ് ഓഫ് കോംബ്സ് ഇൻ ഫൗൾസ്. അടുത്തത് കോട്ട് കളർ ഇൻ മൈസ്. ഇൻഹെറിറ്റൻസ് ഓഫ് കോംബ്സ് ഇൻ ഫൗൾ, കോട്ട് കളർ ഇൻ മൈസ്. അടുത്തത് എപ്പിസ്റ്റാസിസ്. എപ്പിസ്റ്റാസിസ് എന്ന് പറഞ്ഞാൽ ഇസ് ദ പ്രിവെൻഷൻ ഓഫ് ദ എക്സ്പ്രഷൻ ഓഫ് വൺ ജീൻ ബൈ അനദർ നോൺ അല്ലീലിക് ജീൻ. ഒരു നോൺ അല്ലീലിക് ജീന് മറ്റൊരു ജീനിൻ്റെ എക്സ്പ്രഷനെ പ്രിവെൻറ്റ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? എപ്പിസ്റ്റാസിസ് എന്ന് പറയുന്നത്. എപ്പിസ്റ്റാസിസ് എന്ന് പറഞ്ഞാൽ ഒരു നോൺ അല്ലീലിക് ആയിട്ടുള്ള ഒരു ജീന് മറ്റൊരു ജീനിൻ്റെ ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്യാനായിട്ട് അനുവദിക്കാതെ അതിനെ പ്രിവെൻറ്റ് ചെയ്യുന്നു. അതിനെയാണ് എന്ത് പറയുന്നത്? എപ്പിസ്റ്റാസിസ് എന്ന് പറയുന്നത്. ഇതിനെ അല്ലെങ്കിൽ നമുക്ക് എന്ന് പറയാം സ്റ്റോപ്പിംഗ് അല്ലെങ്കിൽ ഇൻഹിബിറ്റിംഗ് എന്നും പറയാം. മറ്റൊന്നിൻ്റെ ക്യാരക്ടറെ എക്സ്പ്രസ് ചെയ്യാതെ അതിനെ സ്റ്റോപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഇൻഹിബിറ്റ് ചെയ്യുകയാണ് ഈ എപ്പിസ്റ്റാസിസ് എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്യാപിറ്റൽ സി, ക്യാപിറ്റൽ ഐ. ഇതെന്ന് പറഞ്ഞാൽ വൈറ്റ് ക്യാരക്ടറാണ്. ഇതെന്ന് പറഞ്ഞാൽ വൈറ്റ് ആണ്. ഇത് ക്യാരക്ടറിൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ വൈറ്റ് ആണ്. പക്ഷേ ഇത് സ്മോൾ സി ക്യാപിറ്റൽ ഐ ആണ്. പക്ഷേ ഇവിടെ ഈ ക്യാപിറ്റൽ ഐ എന്ന് പറയുന്ന ഈ സ്മോൾ സിയുടെ ക്യാരക്ടർ എന്ത് ചെയ്യാൻ എക്സ്പ്രസ് ചെയ്യാനായിട്ട് അനുവദിക്കാതെ തടഞ്ഞു നിർത്തി ഈ വൈറ്റ് എന്ന ക്യാരക്ടർ മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ക്യാരക്ടർ കാണിക്കാതെ ഇത് എന്ത് ചെയ്യുന്നു? ഇതിനെ പ്രിവെൻറ്റ് ചെയ്യുകയാണ്. ഇതിൻ്റെ ക്യാരക്ടറിനെ പുറത്തോട്ട് എക്സ്പ്രസ് ചെയ്യിക്കാതെ പ്രിവെൻറ്റ് ചെയ്ത് ഇതിൻ്റെ വൈറ്റ് എന്ന് പറയുന്ന ക്യാരക്ടർ മാത്രം കാണിക്കുകയാണ്. അതിനിവിടെയും എന്താണ്? ഇത് എക്സ്പ്രസ് ചെയ്യുന്നില്ല. ഇതിൻ്റെ ക്യാരക്ടർ മാത്രമാണ് ഇവിടെ എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ അതിനെയാണ് എന്ന് പറയുന്നത് എപ്പിസ്റ്റാസിസ് എന്ന് പറയുന്നത്. ഇതേപോലെ ഈ രീതിയിൽ ഏത് വന്നാലും അതിൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വൈറ്റ് തന്നെയായിരിക്കും. ഇതിൻ്റെ ക്യാരക്ടർ വൈറ്റ് തന്നെയായിരിക്കും. കാരണം ഒന്ന് ഇതിൻ്റെ ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്യാനായിട്ട് അനുവദിക്കുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ളതിനാണ് എപ്പിസ്റ്റാസിസ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് പ്ലിയോട്രോപ്പിസം? പ്ലിയോട്രോപ്പിസം എന്ന് പറഞ്ഞാൽ ദ പ്രൊഡക്ഷൻ ഓഫ് മെനി ക്യാരക്ടേഴ്സ് ബൈ എ സിംഗിൾ പെയർ ഓഫ് ജീൻസ്.
ഒരു സിംഗിൾ പെയർ ഓഫ് ജീൻസ് ഒത്തിരി ക്യാരക്ടേഴ്സിനെ കാണിക്കുന്നു, കാണിക്കുന്നു, ഒത്തിരി ക്യാരക്ടേഴ്സിൻ്റെ പ്രൊഡക്ഷനെ കാണിക്കുന്നു എന്നുള്ളതാണ് പ്ലിയോട്രോപിസം എന്ന് പറഞ്ഞാൽ. പ്ലിയോട്രോപിസം എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ പെയർ ഓഫ് ജീൻസ് ഒത്തിരി ക്യാരക്ടേഴ്സിനെ കാണിക്കുന്നു, അതിനെയാണ് പ്ലിയോട്രോപിസം എന്ന് പറയുന്നത്. അടുത്തത് മൾട്ടിപ്പിൾ അല്ലീൽസ്. മൾട്ടിപ്പിൾ അല്ലീൽസ് എന്ന് പറഞ്ഞാൽ എ സെറ്റ് ഓഫ് 3 or more ജീൻസ് കൺട്രോളിങ് ദ സെയിം ക്യാരക്ടർ ലൊക്കേറ്റഡ് ഓൺ ദ ഹോമോലോഗസ് ക്രോമസോം. അപ്പോൾ ഒരു ഹോമോലോഗസ് ക്രോമസോമിൽ ഒരു ക്യാരക്ടറിനെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഒത്തിരി ജീൻസ്, അപ്പോൾ ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഒത്തിരി ജീൻസ് 3 or more 3ൽ കൂടുതൽ ജീൻസ് ഉണ്ടാകുന്നു. അത്തരത്തിലൊരു എക്സാമ്പിളാണ് ABO ബ്ലഡ് ഗ്രൂപ്പ് ഇൻ മാൻ. അപ്പോൾ ഒരു മനുഷ്യരിൽ A ഗ്രൂപ്പ്, B ഗ്രൂപ്പ്, O ഗ്രൂപ്പ്. അപ്പോൾ ഇത്തരത്തിലുള്ള ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ അല്ലീൽസിന് എക്സാമ്പിളാണ്. അപ്പോൾ ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഒത്തിരി ജീൻസ് ഉള്ളതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, മൾട്ടിപ്പിൾ അല്ലീൽസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് സ്യൂഡോ അല്ലീൽസ്. സ്യൂഡോ അല്ലീൽസ് എന്ന് പറഞ്ഞാൽ എ സെറ്റ് ഓഫ് 3 അല്ലീൽസ് located very close together controlling one character and inherited together as one block is called pseudo alleles. Pseudo alleles എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് 3 അല്ലീൽസ്, 3 അല്ലീൽസിൻ്റെ ഒരു സെറ്റാണ്. അത് ലൊക്കേറ്റഡ് വെരി ക്ലോസ് ടുഗെദർ, അത് വെരി ക്ലോസ് ആയിട്ട്, വളരെ ക്ലോസ് ആയിട്ട് ലൊക്കേറ്റ് ചെയ്യുകയും അത് ഒരു ക്യാരക്ടറിനെ മാത്രം കൺട്രോൾ ചെയ്യുന്നു. അപ്പോൾ ഹൈബ്രിഡ്സിലേക്ക് ഇൻഹെറിറ്റ് ചെയ്യണമെങ്കിൽ അത് ഒന്നിച്ച് മാത്രമേ അത് ഇൻഹെറിറ്റ് ചെയ്യൂ. അത്തരത്തിലുള്ള അല്ലീൽസിനെ വിളിക്കുന്ന പേരാണ് സ്യൂഡോ അല്ലീൽസ്. സ്യൂഡോ അല്ലീൽസ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് 3 അല്ലീൽസ് located very close together controlling one character and inherited together as one block. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. താങ്ക്